എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. പെട്ടെന്ന് നമുക്കൊരു മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. 15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു റവ പായസത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു അടികട്ടിയുള്ളൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി പാല് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. പാല് ഇപ്പം നന്നായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു പാകത്തിനുള്ള മധുരം ചേർത്ത് കൊടുത്താൽ മതി. ഇനി വേണ്ടത് ഈ പാലും പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ പാൽപ്പായസത്തിനും പാലടയ്ക്കൊക്കെ ചെയ്യുന്ന രീതിയിൽ പാലും പഞ്ചസാരയും കൂടി നന്നായി തിളച്ച് വന്നാലേ ഈ പാലിന് നല്ലൊരു മണക്കം ഉണ്ടാവുള്ളൂ. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാല് മൂടി വയ്ക്കരുത്, അപ്പോൾ തിളച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ തുറന്ന് വെച്ചിട്ട് തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ ഏകദേശം ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഏകദേശം 5 മിനിറ്റോളം തിളച്ചപ്പോൾ തന്നെ പാലിന് നല്ലൊരു മണക്കം വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള റവയാണ്. 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ആദ്യം ചേർത്തതുകൊണ്ട് റവ വെന്ത് കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ വേവിച്ചെടുത്താൽ മതി. വറുക്കാത്ത റവയാണെങ്കിൽ നമ്മൾ ഉപ്പുമാവനൊക്കെ ചെയ്യുന്ന രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അധികം താമസമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ റവയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അഥവാ കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ആദ്യം ചേർത്ത പഞ്ചസാര തന്നെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. കണ്ടൻസ്ഡ് മിൽക്ക് 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ഏലക്കായ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ഞാൻ പായസം റെഡിയാക്കിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി കുറച്ച് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും നെയ്യിൽ വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് കുറച്ച് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു റവ പായസമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.